മുണ്ടൂർ തൂത സംസ്ഥാന പാതയോരത്ത് തിരുവാഴിയോട് തിരുവരായിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വേനൽമഴയിൽ വെള്ളം കയറി നാശനഷ്ടം. ഏകദേശം 10,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായി വ്യാപാരികൾ പറയുന്നു. റോഡ് പണിയിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്ന് വാർഡ് മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സി രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത വേനൽമഴയിലാണ് ഒരു പലചരക്ക് കടയിലേക്കും പച്ചക്കറി കടയിലേക്കും റോഡിൽ നിന്നുള്ള മലിനജലം കയറിയത്. കടയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാൻ നന്നേ കഷ്ടപ്പെട്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പച്ചക്കറി കടയുടെയും ഉള്ളിൽ വെള്ളം കയറുകയും ഇതിന്റെ കൽവർട്ടിന്റെ പണി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും വെള്ളം പോവാതെ ഫുൾ പുറത്തു കൂടെ വന്നിട്ട് അത് ഞങ്ങളുടെ 2 കടകളിൽ കൂടെയും കൂടി വെള്ളം കയറി പറ്റ സാധനങ്ങൾ നാശാവുകയും റോഡ് പണിയിലുള്ള അപാകത മൂലം ഇതിന്റെ കൽവർട്ടിന്റെ പണിയിൽ കൂടെ ഉള്ളിൽ കൂടെ അല്ല വെള്ളം പോകുന്നത്. അങ്ങനെ വന്ന് പുറത്തു കൂടെ ഒലിച്ച് ഞങ്ങളുടെ 2 കടകളുടെയും സാധനങ്ങൾ പറ്റ നാശമാവുകയും ചെളി വെള്ളം കയറിയിട്ട് ആ ചെളി വന്നിട്ട് റോഡിൽ കൂടെയുള്ള മറ്റേ മണ്ണ് അങ്ങനെ അവിടെ കുറന്നിട്ട് സൈഡിൽ കൂടെ കുറന്നിട്ട് മണ്ണ് അങ്ങനെ ഞങ്ങളുടെ 2 കടയുടെ ഉള്ളിൽ കൂടെയും കൂടി കയറിയിട്ട് ആ ചെളി കോരിക്കളയാൻ ഒരു കഷ്ടി ഒരു 5-8 ചാക്ക് മണ്ണുണ്ടായിരുന്നു. അത് അങ്ങനെ ഞങ്ങൾ കോരിക്കളഞ്ഞ് നല്ല ബുദ്ധിമുട്ടിലായി. ഇതിനെ റോഡ് പണിക്കാർ ഇതിനെതിരെ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ വ്യാപാരം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വ്യാപാരികൾ പറയുന്നു. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച വാർഡ് മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ സി രാധാകൃഷ്ണൻ പറഞ്ഞു. റോഡ് പണിയിലെ അശാസ്ത്രീയത സംബന്ധിച്ച് മുൻപും പരാതികൾ ഉന്നയിച്ചതാണ്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാതയുടെ ഉയരം കൂടുതലാണ്. അതുകൊണ്ടുതന്നെ വെള്ളം ഡ്രൈനേജിലേക്കല്ല പോകുന്നതെന്നും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് ഇരച്ചു കയറുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. വേനൽമഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലമായാൽ സാഹചര്യം വളരെ ദുഷ്കരമായിരിക്കും. വെളിഞ്ഞഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും സമാന രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. ഇതു സംബന്ധിച്ച് മുൻപ് പരാതി കൊടുത്തതാണ്. മഴക്കാലം എത്തുന്നതിന് മുൻപ് അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് രാധാകൃഷ്ണനും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരം പെയ്ത ഒരു ആദ്യത്തെ വേനൽമഴയാണ്. ആ മഴയിൽ തന്നെ എല്ലാ കടകളിലേക്കും വെള്ളം കയറുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മുന്നേ മുതൽക്ക് തന്നെ 1 വർഷം മുതൽക്ക് മുൻപ് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ എഞ്ചിനീയറോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പലതവണ ഇതിനു വേണ്ടി വിളിച്ചിട്ടുള്ളതാണ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ റോഡ് നിലവിലുള്ള ഡ്രൈനേജിനേക്കാൾ ഒരുപാട് ഉയരത്തിലൂടെയാണ് പോകുന്നത്. റോഡിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഈ ഡ്രൈനേജിന് മുകളിലൂടെ വന്ന് ഈ ഫുട്പാത്തിന് മുകളിലൂടെ വന്ന് കടകളിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥയാണ്. ഇന്നലെ ജീവിതമാർഗ്ഗമായി നടത്തുന്ന ഒരു പച്ചക്കറി കടയുടെ ഉള്ളിലേക്ക് ഈ വെള്ളം എരച്ച് കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കടയിലുള്ളത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇന്നലെ വൈകുന്നേരം പെയ്ത ഇത്രയും ചെറിയൊരു മഴയിൽ തന്നെ ഇത്രയും വലിയൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇനി വരുന്ന മഴക്കാലത്ത് ഈ കട തുറക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് പലതവണ ഈ അധികൃതരെ അറിയിച്ചതാണ്. ഇതേപോലെ തന്നെയാണ് പഞ്ചായത്തിന് വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഒരു വെള്ളക്കെട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. അതും ഇതിന് മുന്നേ ഒരു വർഷത്തിന് മുന്നേ ഈ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ചാനലുകളിൽ നമ്മൾ ബൈറ്റ് കൊടുത്തതാണ്. ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത്.